തുടങ്ങിയ ഇല്ല 58 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم والقواعد من النساء التي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. ശ്രദ്ധിക്കാനുള്ളപ്പോൾ എന്തൊക്കെ പറഞ്ഞോളി. വ ഇദ, അവിടെ വാൻ്റെ ശേഷമുള്ള അംസ, അതിൻ്റെ പേര് വേഗം പറഞ്ഞോളി. ഖതഇൻ്റെ അംസ, അതിൻ്റെ പ്രത്യേകത നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. പിന്നെ ബലഗൽ അത്തുഫാലു, അവിടെ അലിഫ് അല്ലത്തുഫാലു എന്നുള്ളിടത്ത് വസിലിൻ്റെ അംസ, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല, ചേർത്തി ഓതുന്നത് കൊണ്ട്. പിന്നെ മിൻകും, സാക്കിനായ നൂനിൻ്റെ ഹുക്കുമ് യഖ്ഫ ചെയ്യണം. പിന്നെ മിൻകുമുൽ ഹുലുമ, അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ അംസയാണ്. ഫല്യസ്തഇദിനു, അവിടെ യസ്തഇദിനു കഴിഞ്ഞിട്ട് ഒരു അലിഫുമ്മൽ മുദവ്വറായ സുക്കൂന് കാണാം, അതും ഉച്ചാരണം ഉണ്ടാവില്ല. കമസ്തഇദന, അവിടെയും പിന്നെ രണ്ട് അക്ഷരത്തിന് ഉച്ചാരണമല്ല, കമാ നീട്ടാണ്ട് ഒരു അലിഫ്, ഇസ്തഇദനയിൽ വസിലിൻ്റെ അംസയുണ്ട്. അപ്പോൾ രണ്ടും ഇൽത്തിഖാ ഉസാക്കിനീൻ എന്ന നിയമപ്രകാരം ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ഓതേണ്ടത് കമസ്തഇദന. പിന്നെ അല്ലദീന കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, കമസ്തഇദനല്ലദീന. പിന്നെ മിൻ ഖബ്ലിഹിം, ആ നൂനിന് എന്ത് ചെയ്യണം? യഫ്ഫ ചെയ്യണം. കദാലിക യുബയ്യിനുല്ലാഹു, അവിടെയുണ്ട് അള്ളാഹു പറയുമ്പോൾ ഒരു അലിഫ് വസിലിൻ്റെ അംസ. ലക്കും ആയാത്തി, പിന്നെ അവിടെ വഖഫ് ചെയ്യലാണ് ഉത്തമം. രണ്ട് രൂപത്തിലാണ് വഖഫ് ഉള്ളത്. ഒന്ന് ആയാത്തി, ഹ് എന്ന് പറഞ്ഞൊരു ശബ്ദം വരും എന്നുള്ളതാണ്. പിന്നെ ചില മുഫസ്സിറുകൾ യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തി, ഹി തന്നെ പറഞ്ഞവരും കാണാം. പിന്നെ വല്ലാഹു അലീമുൻ, ആ ലമ്മ തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഹക്കീം, എത്ര നീട്ടണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. പിന്നെ വൽ ഖവാഇദു, അലിഫിന് ഉച്ചാരണമല്ല. മിനൻ നിസാഇ, അവിടെ മിന കഴിഞ്ഞിട്ട് അടുത്ത നൂനിലേക്ക് ചാടുക, അലിഫിനും ലാമിനും ഉച്ചാരണമല്ല. ലാമ് ശംസിയായ ലാമായതുകൊണ്ട്. പിന്നെ നിസാ നിർബന്ധമായിട്ടും നീട്ടണം, മദ് മുത്തസിൽ, ഹുക്മ് വുജൂബാണ്. പിന്നെ അപ്പോൾ എങ്ങനെ ഓതണം? മിനൻ നിസാഇ, മിന കഴിഞ്ഞിട്ട് നൂന് മണിക്കും വേണം. മിനൻ നിസാഇ. പിന്നെ അല്ലാത്തി ലാ യർജൂന, അവിടെ കൂട്ടി ഓതുമ്പോൾ നിസാ ഇല്ലാത്തി അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ലാ യർജൂന നിക്കാഹൻ, ആ തൻവീൻ എന്ത് ചെയ്യണം?
പിന്നെ ഇഖ്ഫ ചെയ്യണം. നിക്കാഹം ഫ. പിന്നെ ഫലൈസ അലൈഹിന്ന ജുനാഹ്. അവിടെ കൂട്ടിയതാണെങ്കിൽ ജുനാഹുൻ അയ്യളഅന. ആ ജുനാഹു എന്നുള്ള തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്താൽ മതി. അയ്യളഅന. അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഐന് പ്രത്യേകമായിട്ട് ഉച്ചരിക്കണം. അയ്യളഅന. പിന്നെ സിയാബഹുന്ന. അനൂനിനെ ഉന്നത്തോടു കൂടി പറയണം. ഗൈറ മുതബർരിജാതിൻ ബിസീന. അവിടെ തിൻ എന്നുള്ള കസ്ർ തൻവീനിനെ എന്താ ചെയ്യേണ്ടത്? ഇഖ്ലാബ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ തിൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മറിക്കണം. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓതേണ്ടത് ബിസീന. ബിസീന. ഒരു സാധനം നിലത്തിട്ടിട്ട് അതിൻ്റെ എക്കോ വരുന്ന രൂപത്തിലാണ് ഓതേണ്ടത്. പിന്നെ വ കഴിഞ്ഞിട്ട് അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വ അയ്യസ്തഇഫ്ന. ആദ്യത്തെ ഫി പിന്നെ ഫ്. ഫിഫ്ന. പിന്നെ ഖൈറുൻ. അവിടെ എന്താ ചെയ്യേണ്ടത്? ആ തൻവീനെ അവിടെ ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ബിലാഹുന്ന. അതിൻ്റെ സൂത്രം ഖൈറു എന്ന് പറയാം. എന്നിട്ട് ലാമിലേക്ക് ചേടാം. ഖൈറുല്ലഹുന്ന. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം എങ്ങനെ ഓതാം? ലഹുന്ന. പിന്നെ വല്ലാഹു സമീഉൻ അലീം. സമീഉൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ഇൽഹാർ ചെയ്യണം. അലീം നീട്ടും വേണം. 4 മുതൽ 6 ഖദർ വരെ. എന്തെങ്കിലും തജ്വീദിൽ അറിയാത്ത ഏതെങ്കിലും ഭാഗം എന്നും പറയുന്നതുകൊണ്ടാണ് കേട്ടോ വേഗം വേഗം പറഞ്ഞു പോയത്. എന്തുകൊണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്? എന്നാ പറഞ്ഞോളി അർത്ഥം. വ ഇദാ ബലഗൽ അത്ഫാലു. എന്താ? വ ഇദാ ബലഗ എത്തിയാൽ, എത്തുമ്പോൾ, അൽ അത്ഫാലു ശിശുക്കൾ, കുട്ടികൾ, മിൻകും നിങ്ങളിൽ നിന്നുള്ള, അൽ ഹുലുമ പ്രായപൂർത്തി എത്തുമ്പോൾ, ഫല്യസ്തഇദിനു അവർ സമ്മതം ചോദിക്കട്ടെ, തേടട്ടെ. കമസ്തഇദന സമ്മതം ചോദിച്ചതുപോലെ. ആര്? അല്ലദീന മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പുള്ളവർ. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അതാണ് പറഞ്ഞത് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഇദിൻകും മുല്ലദീന മലക്കത്ത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഉലുമ എന്ന് പറഞ്ഞില്ലേ? അവർ സമ്മതം ചോദിച്ചതുപോലെ. കദാലിക് അവിധം, യുബയ്യിനു വിശദീകരിക്കുന്നു. ആര്? അള്ളാഹു വിശദീകരിച്ചു തരുന്നു. ലക്കും നിങ്ങൾക്ക്, ആയാത്തിഹി അവൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹു അത്രേ അലീം എല്ലാം അറിയുന്നവൻ, ഹക്കീം അള്ളാഹു ഹിക്മത്തുള്ളവനുമാണ്. അല്ലേ? ഒന്നുകൂടി തിരിച്ചു വരിക. വഇദാ ബലഗൽ അത്ഫാലു. ആദ്യത്തെ അക്ഷരം ഏതാ? ഇനി നമ്മൾ പഠിക്കണമൊക്കെ ഭാഷയായിരിക്കും കേട്ടോ. ഇതാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതാ. എന്താ ഇതിൻ്റെ പ്രത്യേകത? എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതയും ഇന്നുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാ, ഇൻ എന്താ വ്യത്യാസം? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇൻ ഉപയോഗിച്ചില്ല? രണ്ടും ഒരു അർത്ഥമല്ലേ? അല്ലേ? ഇൻ ബലഗ എന്ന് പറഞ്ഞാലും എത്തിയാൽ, ഇതാ ബലഗ എന്ന് പറഞ്ഞാലും എത്തിയാൽ എന്നല്ല അർത്ഥം അല്ലേ? സംശയമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് റഹ്മാനായ റബ്ബ് ഇതാ എന്ന ആ പ്രിപ്പോസിഷൻ അവിടെ ഉപയോഗിച്ചു? ചിന്തിക്കാനുണ്ട്. ഇതാ ഉപയോഗിക്കുമ്പോൾ എവിടെ ഇതാ ഖുർആനിൽ വന്നത്? ഇദശംസു കുവ്വിറത് വ ഇദൻ നുജൂമു ഖദറത്. അല്ലേ? അങ്ങനെ കുറേ ആയത്തുകളില്ലേ? ഇത പറഞ്ഞാൽ ശേഷം പറയാൻ പോകുന്ന സംഗതി എന്താവും?
100% ഉറപ്പായിട്ടുണ്ടാകും. അവിടെ ഇതാ പറയാ. ഇൻ പറഞ്ഞാലോ അർത്ഥം തന്നെ, പക്ഷെ എന്താണ്, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഖുർആനിൽ ഇൻ വന്നത് വ ഇൻ ജാഅക്കും ഫാസിക്കും ബിനബഇൻ ഫതബയ്യനു, അല്ലേ? ഏത് സൂറത്തിലാ? ഹുജറാത്തിൽ. ഒരു അധർമ്മകാരിയായ മനുഷ്യൻ എന്തെങ്കിലും ഒരു വാർത്തയുമായി വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിച്ച് അറിയണം. അവിടെ ഇൻ. അപ്പം അധർമ്മകാരിയായ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. വന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഫതബയ്യനു, കണ്ടോ? വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതന്നുജൂമും കതറത്ത് എന്ന് പറഞ്ഞാലോ, നക്ഷത്രങ്ങൾ അടർന്നു വീഴുമ്പോൾ, അടർന്നു വീഴുക എന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ടാവും, അല്ലേ? പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടും. എവിടെ? അന്ത്യനാളിൻ്റെ അടയാളം. അപ്പം അന്ത്യനാളിൽ അങ്ങനെ ഒന്നും സംഭവിക്കും എന്ന് പറയുന്നിടത്താണ് എന്ത് കൊണ്ടുവരിക? ഇതാ എന്നുള്ള ഇത് പിന്നെ പ്രിപ്പോഷൻ കൊണ്ടുവരാം. അപ്പോൾ വ ഇതാ. അപ്പം അതിൻ്റെ സൂത്രം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഭാഷൻ്റെ വ ഇതാ. ഇനി പറയുന്ന കാര്യം എന്താ? നിങ്ങളെ കുട്ടികൾ എന്നും ശിശുക്കളാവില്ല, പ്രായപൂർത്തി എത്തും ഉറപ്പായിട്ടും, അല്ലേ? മരിച്ചില്ലെങ്കിൽ എന്താവും? പ്രായപൂർത്തി എത്തും. അതാണ് ആ പറയുന്നത്. വ ഇദാ ബലഗ അൽ അത്ഫാൽ. തിഫിൽ എന്ന് പറയുന്നത് ഏതാ? തിഫിൽ. ഓരോ പ്രായത്തിനും അറബി ഭാഷയിൽ ഓരോ പദപ്രയോഗങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അറബി ഭാഷയുടെ പ്രത്യേകത. തിഫിൽ ആദ്യം ജനിച്ചു വീണ കുഞ്ഞിനുങ്ങൾ എന്താ പറയാ? ഗർഭസ്ഥ ശിശുവിന് എന്താ പറയാ? ജനീൻ, അല്ലേ? ജനീൻ. വയറ്റിലുള്ള കുട്ടിക്ക് ജനീൻ. അങ്ങോട്ട് പുറത്ത് വന്ന അതിനങ്ങൾ എന്താ വിളിക്കുക? തിഫിൽ, അല്ലേ? അതിൻ്റെ ബഹുവചനാണിത് അത്ഫാൽ. അപ്പോൾ നിങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങൾ, ശിശുക്കൾ, അത് എത്തുമ്പോൾ മിൻകും, നിങ്ങൾ എന്തിനപ്പം നിങ്ങളിൽ നിന്നുള്ള, നിങ്ങളല്ലാത്ത എന്തേ പറയാത്ത? എന്തുകൊണ്ടാ മിൻകും പറഞ്ഞ അല്ലാഹു? എന്തിനാ ഇപ്പൊ വെറുതെ കുറെ മിന്നും ഇതേയും അതും ഇതൊക്കെ കടത്തി കൂട്ടി? എന്തിനാ വെറുതെ പറഞ്ഞതല്ലത്. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? ഈ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ? പൂച്ച ഉണ്ടാവും, നായി ഉണ്ടാവും, പട്ടി ഉണ്ടാവും, എല്ലാ അലവലാതി ഉണ്ടാവും. അതൊന്നും ഇതീ കൂട്ടൂല, നിങ്ങളെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് മിൻകും, നിങ്ങളുടെ ജിൻസിൽപ്പെട്ട നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ. കണ്ടെങ്കിൽ ഖുർആന്റെ പ്രയോഗം ഭാഷയാണ് കേട്ടോ ഇപ്പോൾ പഠിക്കണത്. പിന്നെ ഹലും എന്ന് പറഞ്ഞാൽ എന്താ? യഹ്തിലാം എന്ന് പറഞ്ഞാൽ എന്താ? യഹ്തിലാം ഇത് നമ്മൾക്ക് സാധാരണ നമ്മൾ പറയില്ലേ? യഹ്തിലാം എന്ന് പറഞ്ഞാൽ എന്താ? എന്തേന്? സ്വപ്നം കാണുന്നതിന് പറയും. സാധാരണ അത് ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യൻ പ്രായപൂർത്തിയാകുമ്പോൾ അവന് സ്ഖലനമുണ്ടാകുന്ന ഒരു ഇതുണ്ട്, അതിനാണ് യഹ്തിലാം എന്ന് പറയാം. അപ്പൊ പ്രായപൂർത്തിയായി എന്ന് അറിയാനുള്ള അടയാളമായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? യഹ്തിലാം ഹെറും പിന്നെ ഹെലും എന്ന് പറയാൻ തുടങ്ങിയതാണ്. അപ്പൊ ശരിക്കും അതെന്താണ്? പ്രായപൂർത്തിയായി എന്ന് അറിയിക്കണ ആ സംഗതിക്കാണ് യഹ്തിലാം ആണിനെ സംബന്ധിച്ചിടത്തോളം. പെണ്ണിന് എന്താ ഉണ്ടാവുക? ഹൈദ്. അപ്പം ആ പ്രായമാണ്, ആണിനുള്ള ആ പ്രായമാണ് ആ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും, പ്രായപൂർത്തി എത്തുമ്പോൾ. അതിൻ്റെ ഉദ്ദേശാർത്ഥാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എത്തിയാൽ ഫല്യസ്തഇദിനു, എന്ത് ചെയ്യണം? അവർ സമ്മതം തേടട്ടെ, സമ്മതം ചോദിക്കട്ടെ. കമസ്തഇദന, സമ്മതം ചോദിച്ചതുപോലെ. ആദ്യത്തെ യസ്തഇദിനും രണ്ടാമത്തെ യസ്തഇദിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് കൽപ്പനക്രിയയാണ്, ഓർഡറാണ്, ചോദിച്ചോളണം. അപ്പം എങ്ങനെ ഇപ്പം ഈ കുട്ടികളോടൊക്കെ ഇപ്പം നിങ്ങൾ ചോദിച്ചോളണം എന്ന് പറഞ്ഞാൽ ഓൽക്കെന്ത് ഖുർആനാ? അപ്പം അതിൻ്റെ അർത്ഥം എന്താവും അതിൻ്റെ അർത്ഥം? മാതാപിതാക്കൾ നേരത്തെ തന്നെ അവരെ പഠിപ്പിക്കണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ അവരെ പരിശീലിപ്പിക്കണം. എന്താ അതിനുള്ള തെളിവ് ഖുർആനിൽ? മാതാപിതാക്കൾ പരിശീലിപ്പിക്കണം എന്നുള്ളതിന് എന്താ തെളിവ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ
ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, പിന്നെ എന്താ പറയുന്നത്, വ അഹ്ലീക്കും നാറ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തത്തിനെയും സ്വന്തം ശരീരത്തെയും അതേപോലെ നിങ്ങളുടെ ആശ്രിതരെയും ബന്ധുക്കളെയും കുടുംബക്കാരെയും ഒക്കെ നരകത്ത് നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ കുടുംബക്കാരെ നരകത്ത് നിന്ന് സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്താ? മക്കളെയും പെണ്ണുങ്ങളെയും ആശ്രിതരെയൊക്കെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ നരകത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുക. ആ പിന്നെ അകന്ന് നിൽക്കുന്ന കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറയുന്നത്. അപ്പോൾ ആ നിയമം, അള്ളാഹുവിൻ്റെ നിയമം നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞ് ശീലിപ്പിക്കണം എന്നതാണ് ഫല്യസ്തഇദിനു എന്ന് പറഞ്ഞതിലുള്ള ആശയം. പിന്നെന്താണ്? കമസ്തഇദനല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് എന്താണ് കമസ്തഇദനല്ലദീന മിൻ ഖബലിയും, അവർക്ക് മുമ്പുള്ളവർ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നേരത്തെ ഉള്ള ആയത്തിൽ എന്തേ അല്ലാഹു തആല വിശദീകരിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഇദിൻകുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ എന്ന് പറഞ്ഞില്ലേ? മിൻകും, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയാകാത്തവരും. അവിടെ നിങ്ങളെ കുട്ടികളെ പറ്റി പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതാരാവട്ടെ, പ്രായപൂർത്തിയാവാത്തവരും അടിമകളും എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല വീണ്ടും എടുത്തു പറയാണെന്ത്? നിങ്ങളുടെ സ്വന്തം കുട്ടികൾ പ്രായപൂർത്തിയായാൽ എന്താണ്? മറ്റുള്ളവരെ പോലുള്ള നിയമം അവർക്കും ബാധകമാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പഠിപ്പിക്കണം. എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കണം എങ്ങനെ? വല്ലാഹു കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തി, അപ്രകാരം അള്ളാഹു തൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ഇവിടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹു തആല വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കണം എങ്ങനെ? വല്ലാഹു അലീമുൻ ഹക്കീം. ഇതിന് മുമ്പുള്ള ആയത്ത് അവസാനിപ്പിച്ച എങ്ങനെ നോക്കിയാൽ നിങ്ങൾ? വല്ലാഹു അലീമുൻ ഹക്കീം. എന്തിപ്പം അങ്ങനെ ഒരു വാല് കൊടുത്തിട്ട് അതിനെ അവസാനിപ്പിക്കാൻ കാരണം? മനുഷ്യന് ചിലപ്പം ഓൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഉദിക്കും, എന്താ അപ്പം എൻ്റെ ചെറിയ കുട്ടിൻ്റെ കയ്യും പിടിച്ചിങ്ങനെ തൂങ്ങിയ കുട്ടി പ്രായപൂർത്തിയാകുമ്പം പിന്നെ ഓനടുത്ത് അടഞ്ഞു വെക്കണം, ഓൻ സമ്മതം ചോദിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് പറയണതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ന് ചിലപ്പോൾ അതൊക്കെ നിസ്സാര കാര്യമല്ലേ? ഇവിടെ എന്തൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ അല്ലേ ഇതിൽ പറയണ്ടേ? ഇത്ര നിസ്സാരമായ കാര്യം എന്തിനാ ഖുർആൻ പറയണത് എന്നൊക്കെ ചിന്തിക്കണ ചില ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? നമ്മൾ പറയില്ലേ, എന്താ പറയാ, കാടെത്തുമ്പോൾ എന്തോന്ന് പറയില്ല നിങ്ങൾ? പറയില്ല നിങ്ങൾ? സാധനം അറിയില്ലേ? വലിയ തീപിടുത്തം ഉണ്ടാകുമ്പം നമ്മളെ ചെറിയ കാര്യം നമ്മൾ നോക്കുക അല്ല. എന്താണ് തലയെ കത്തുമ്പോൾ? ഒന്നുകൂടി പറഞ്ഞാൽ മലയെ കത്തുമ്പോൾ എന്തോന്ന് അപ്പൊ അങ്ങനെയുള്ളൊരു പ്രയോഗല്ലേ? ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു രീതിയാണത് അല്ലേ? എന്തിനാ അപ്പൊ കുടുംബത്തിലുള്ള നിസാരിന്റെ കിടപ്പറയിലുള്ള എൻ്റെ പുതപ്പും എൻ്റെ വിരിപ്പും എൻ്റെ കുട്ടിയും അതിനൊക്കെ എന്തിനാ ഖുർആൻ പറയുന്നത് എന്ന് ആക്ഷേപിക്കാറുണ്ട്. ആര്? ഇസ്ലാമിന്റെ ശത്രുക്കൾ. എന്നാ ഖുർആൻ അത് മാത്രമല്ല നിയമമാക്കിയത്, അന്താരാഷ്ട്ര നിയമങ്ങളും എന്തുണ്ട്? വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട് അല്ലേ? വലിയ വലിയ ശിക്ഷാ നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അപ്പം അടുക്കള മുതൽ എല്ലാ അന്താരാഷ്ട്ര തലങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ചെറുതും ഒഴിവാക്കിയിട്ടില്ല, വലുതും ഒഴിവാക്കിയിട്ടില്ല, ഇടത്തരം ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് അള്ളാഹു പറയാണ് വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഈ രണ്ട് സിഫത്തുകൾ അല്ലെങ്കിൽ ഈ രണ്ട് നാമങ്ങൾ അത് ശരിക്കും അത് പഠിച്ചാൽ അലീം എന്നുള്ള ആ നാമം വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? 100. അലീം എന്നുള്ള അലീം എന്നുള്ള നാമം 157. അൽ ഹക്കീം എന്നുള്ള നാമം 91 പ്രാവശ്യം അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ?
ഇത്രമാത്രം തവണ അലീമും ഹക്കീമും ഒക്കെ ഖുർആനിൽ ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? വലിയ ഹിക്മത്തുണ്ട്. എന്താ ഈ ഹിക്മത്ത് അറിയണത്? ഹിക്മത്ത് അറിയണ എന്താ? ഹിക്മത്ത് അറിയേണ്ട പദത്തിൻ്റെ അർത്ഥം എന്താ? ഒരു വസ്തു, ഒരു കാര്യം അതിൻ്റെ സ്ഥാനത്ത് വെക്കുക. എവിടെയാണോ ഒരു വസ്തു വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക, അസ്ഥാനത്ത് വെക്കാതിരിക്കുക. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം അല്ലേ? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, പടച്ചോൻ എന്തിനാ ഇപ്പം ജീവിതവും മരണവും ഉണ്ടാക്കി വെച്ചത്? കുറേ സ്വർഗവും നരകവും അല്ലേ? അതൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. മരിച്ചാട് മണ്ണായാട് പോയാൽ പോരെ, എന്തിനാ പിന്നെ സ്വർഗം? എന്നാ എന്തിനാ പടച്ചോൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു മരണം ഉണ്ടാക്കിച്ചത്? ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ? അവിടെയൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ വലിയ ഹിക്മത്തുകളുണ്ട്. മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ആരാ ശരിയായി കളിക്കുക, ആരങ്ങനെ പിന്നെ ഗോളടിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയല്, ഇതിങ്ങനെ ചാൻസ് ഇട്ടണോ നോക്കി നടക്കണ ചില ആളുണ്ടാവും. കളിക്കൂല, ഓടൂലോല്. അങ്ങനെയുള്ള ചില കളിക്കാരുണ്ടാവും. ശരിക്കും അധ്വാനിച്ചിട്ട് ഗോളടിക്കുന്ന ആരാണ്, മടിയന്മാരാരാണ് എന്ന് മൈതാനത്ത് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ദുനിയാവ് ഒരു മൈതാനമാണ്. ഇവിടെ യഥാർത്ഥ വിശ്വാസി ആരാണ്? അള്ള പറഞ്ഞതനുസരിച്ച് ആരാ നടക്കല്ല, നടക്കാത്തത് ആരാണ് എന്ന് അള്ളാഹു ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആരാ പിന്നെ ഓൻ്റെ ഓന് കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഏതായാലും ഇപ്പം മരിക്കാൻ പോവാണ്, മരിച്ചിട്ട് ഇപ്പം ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഒക്കെ എൻ്റെ സഞ്ചിയിലിടാക്കുക, ആക്കെ വെറുതെ പറയാം അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് എന്നൊക്കെ എന്ന് ചിന്തിക്കും മനുഷ്യൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് അല്ലേ? മനുഷ്യൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട്. അപ്പം ആരാണ് നന്ദി കാണിക്കുന്നവൻ, ആരാണ് നന്ദി കേട് കാണിക്കുന്നവൻ? അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ചോദിക്കേണ്ടത് അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, എന്താണ്? അല്ല, അം ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ അൻ തദ്ഖുലുൽ ജന്ന വേറുണ്ട് കേട്ടോ. അബസ എന്നല്ലേ? അഫ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന അബസ, അല്ല തെറ്റിപ്പോയിട്ടോ. അഫ ഹസിബത്തും അന്നമ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ ഒരു കളി തമാശയായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതാണോ എന്നാണോ നിങ്ങൾ വിചാരിക്കണത്? വ അന്നക്കും ഇലൈന ലാ തുർജഉ, അല്ലേ? നിങ്ങൾ നമ്മളെ അടുത്തേക്ക് മടങ്ങി വരൂല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞപ്പം ഇതൊരു കളി തമാശയാണ് എന്ന രൂപത്തിലാണോ നിങ്ങൾ വിചാരിക്കണത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പം റബ്ബിൻ്റെ സൃഷ്ടിപ്പാവട്ടെ, അള്ളാഹുവിൻ്റെ ഏത് കാര്യങ്ങളാവട്ടെ, അതിലൊക്കെ എന്തുണ്ട്? വലിയ ഹിക്മത്തുകളുണ്ട്. അള്ള ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൽ ഹൈറുണ്ട്, അതിൽ ഹിക്മത്തുണ്ട്. അള്ള ഒരു കാര്യം ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഹൈറുണ്ട് അല്ലേ? അപ്പം ഹൈറുള്ളതേ അള്ളാഹു കൽപ്പിക്കുള്ളൂ, നമുക്ക് തിന്മയുള്ളതേ അള്ളാഹു താല വിരോധിക്കുള്ളൂ. അള്ളാഹു വെറുതെ ഒരാളെയും ശിക്ഷിക്കൂല, അർഹപ്പെട്ടവന് മാത്രമേ അള്ളാഹു താല ശിക്ഷ നൽകുകയുള്ളൂ അല്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് കുറ്റമറ്റതാണ്. ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണേത്? ഹക്കീം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹ് കുറ്റമറ്റവനാണ്, ഹക്കീമാണ് എന്ന് ഒരുപാട് ആയത്തിൽ അള്ളാഹു വിശദീകരിക്കണ്ടല്ലോ. അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആ കുറ്റമറ്റത് എന്നുള്ള തുടങ്ങുന്നത് തന്നെ അധികവും അള്ളാഹുവിൻ്റെ ആകാശങ്ങളുടെയും ഭൂമികളുടെയും മറ്റ് സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരിക്കും. ഈ ആയത്തന്നെ ഇപ്പം എങ്ങനെയാണ്? അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, അല്ലേ? അവിടെ എന്താ ചോദിക്കണത്? നിങ്ങളുടെ സൃഷ്ടിപ്പിനെ പറ്റിയാണ് അള്ളാഹു തആല ആദ്യം തന്നെ പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ, ഈ ഭൂമി നമ്മളിപ്പോൾ എവിടെയുള്ള പള്ളിയിൽ, പള്ളി ഈ ഭൂമി പെട്ടതാണല്ലോ. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം, ഈ ഭൂമി കറങ്ങുണ്ടല്ലോ, ഉണ്ടോ? കറങ്ങുണ്ട്, ഉറപ്പാണോ? 100? കറങ്ങുണ്ട്. എത്ര കറങ്ങുണ്ട്? എത്രയോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന് ചുറ്റും എത്ര പിന്നെ ഒരു മണിക്കൂറിൽ എത്ര കറങ്ങുണ്ട്? എത്ര കിലോമീറ്റർ കറങ്ങുണ്ട്? 1670 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അതിൻ്റെ അച്ചുതണ്ടിൽ തന്നെ കറങ്ങുന്നുണ്ട്
മറ്റേതല്ല, സൂര്യന് ചുറ്റുമല്ല, അത് വേറെ. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ സാധാരണ വണ്ടി എത്ര, നിങ്ങളെ കാറ് നല്ല ഹൈ, നിങ്ങളുടെ റഹ്മത്തുക്കാൻ്റെ കാർ എത്ര സ്പീഡിൽ ഓട്ടും? 120 കൂട്ടാം. ഞാൻ 150 തന്നെ, എൻ്റെ ഭാഗം 30 കൂടി. 150 കഴിഞ്ഞ് നിങ്ങൾ 200 250 പോയാൽ എന്തുണ്ടാവും? ബാക്കിലിരിക്കണം ഞാനെവിടെ ഉണ്ടാവുക? തെറിച്ച് ഫൈഹലെത്തിയിട്ടുണ്ടാവും. പിന്നെ എന്നെ പൊറുക്കിയെടുക്കാൻ കിട്ടൂല. അങ്ങനെയല്ലേ? നിങ്ങളൊരു സൈക്കിളിന് ഓവർ സ്പീഡിൽ പോയി നോക്കി, ബാക്കിലുള്ളവനെ നിങ്ങൾ കാണൂല, കുറച്ച് കഴിഞ്ഞാൽ തെറിച്ച് പോവും. എങ്കിൽ ആലോചിച്ച് നോക്കൂ, 1 മണിക്കൂറിൽ 120, 150, 200, 300, 500, 600 എന്നല്ല, 1670 കിലോമീറ്റർ. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 1670 കിലോമീറ്റർ ഓടുന്ന ഈ കറങ്ങുന്ന ഈ ഭൂമി എന്തുകൊണ്ട് നമ്മൾ തെറിച്ചു വീഴുന്നില്ല? എന്തുകൊണ്ട് തെറിച്ചു വീഴുന്നില്ല? ആലോചിക്കണ്ടേ അല്ലേ? അഞ്ചും വേണ്ട, നമുക്ക് ഫീൽ ചെയ്യണ്ടോ ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ളത്? അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, നമുക്ക് ഫീൽ ചെയ്യണ്ടോ? ഫീൽ ചെയ്യണ്ടോ? നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഭൂമി കറങ്ങുന്നുണ്ടോ? പണ്ട് കുറച്ചു കാലം മുമ്പ് ഇവിടെ ഇറാനിൽ ഇതുണ്ടായ ഭൂമികൾക്ക് ഉണ്ടായപ്പോൾ ഒരു തരിപ്പ് എനിക്ക് വന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടായിന് എനിക്കറിയില്ല, ചിലവിലൊക്കെ ഇറങ്ങി ഓടീന്, അതുകൊണ്ട് അപ്പോഴും ഉണ്ടായില്ല. അങ്ങനെ തരിപ്പെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? ഈ ഭൂമി ഇങ്ങനെ കറങ്ങിയിട്ട് ഉണ്ടോ? എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല? എന്താ അനുഭവപ്പെടാത്തത്? എന്താ അനുഭവപ്പെടാത്തത്? ഭൂമി കറങ്ങില്ലേ? കറങ്ങുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞേ? തജാദുബ്, ഗ്രാവിറ്റേഷൻ അല്ലേ? തജാദുബ്. എന്താ ഈ തജാദുബ് പറയുന്നത്? ഗുരുത്വാകർഷണം. എന്താ ഈ ഗുരുത്വാകർഷണത്തിന്റെ പ്രത്യേകത? ഭൂമി കറങ്ങുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഈ കൈത്താല പള്ളിയിലല്ലേ ഉള്ളത്, ഞാൻ കുറേ കഴിയുമ്പോൾ അവിടെ സിറ്റിയിൽ എത്തണ്ടേ? എത്തണില്ലല്ലോ. എന്താണ്? എന്തുകൊണ്ട് എത്തണില്ല? ഞാൻ നിന്നവിടെ തന്നെയല്ലേ ഞാനുള്ളത്. ഭൂമി കറങ്ങുക എന്ന് പറയുന്നത് ആലോചിക്കണങ്ങൾ, ഭൂമി മാത്രമല്ല കറങ്ങണത്, ഭൂമിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് അടുത്ത് ജീവിക്കാൻ വേണ്ടി നമുക്ക് വെച്ചിട്ടുള്ള വായുവീതി, തബക്കത്തുൽ ഹവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? തബക്കത്തുൽ ഹവ 65,000 കിലോമീറ്റർ വരെ തബക്കത്തുൽ ഹവ ഉണ്ട് എന്നാ പറയുന്നത്. അതും കറങ്ങുന്നുണ്ട്, നമ്മളെ വീടും കറങ്ങുന്നുണ്ട്, ഞാനും കറങ്ങുന്നുണ്ട്, പിന്നെ നമ്മളെ സ്ഥലമൊക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ സ്പീഡിൽ കറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ഉദാഹരണം, നിങ്ങൾ നല്ല ഒരു വിമാനത്തിൽ കയറിയാൽ, അല്ലെങ്കിൽ ഒരു മെട്രോ ട്രെയിനിൽ നിങ്ങൾ കയറിയാൽ, നിങ്ങൾക്ക് ഇത് പോയിട്ട് പോണില്ല. ഇത് പുറത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണാണുമ്പോൾ ഇത് പോകണ്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാവോ? നമ്മളാട്ട് ബസ് കയറിയായിട്ട് ചോദിക്കരുത് കേട്ടോ. അതേപോലെ എയർ ഇന്ത്യ ഒന്നും ചോദിക്കാൻ പാടില്ല. ശരിയായ നല്ല ഫ്ലൈറ്റ്, സൂപ്പർ ഫാസ്റ്റ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇരുന്ന് ഞങ്ങളൊന്നും അറിയില്ല. ശരിയാണോ? എന്തുകൊണ്ട് അറിയില്ല? അത് കറങ്ങണില്ലേ? അത് ഓടണില്ലേ? ഓടുന്നുണ്ട്. എന്തുകൊണ്ട് അറിയില്ല? ഒരേ സ്പീഡിൽ ഇങ്ങനെ പോണത് എന്ത് ചെയ്യില്ല. എന്നാ അതെങ്ങാനും സഡൻ ബ്രേക്ക് ഇട്ടാലോ അപ്പം നമ്മൾ അറിയും അല്ലേ? ലാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ അറിയും. അതിങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയില്ല. ഇതന്നെയാണ് ഭൂമി. നമുക്ക് ഫീൽ ചെയ്യണില്ല. എന്തുകൊണ്ട് ഫീൽ ചെയ്യണില്ല എന്ന് വെച്ചാൽ, ആ ഭൂമി അത്ര സ്പീഡിൽ കറങ്ങിയാലും ആ ഭൂമിയുടെ തജാദുബുള്ളത് കൊണ്ട് ഇന്നവിടെ ഇങ്ങനെ പിടിച്ചു വെക്കാണ്. ഇന്നെങ്ങനെ പിടിച്ചു വെക്കാണ്. ഭൂമിയിൽ തജാദ്. ഞാൻ ഇപ്പം 2 കാലിൽ ഇങ്ങനെ നിൽക്കണ എന്തുകൊണ്ടാ? നിങ്ങളിപ്പോൾ അങ്ങനെ ഇരിക്കണം എന്തുകൊണ്ടാ? അവിടെ ഒരു തജാദുബുണ്ട്. ആ ഭൂമിയോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ട്. അവിടെ നിൽക്കാനുള്ള, നമ്മളെ പിടിച്ചു നിർത്താനുള്ള ഒരു തജാദുബ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ ശക്തി എങ്ങാനും അള്ളാഹുവോട് ക്യാൻസലാക്കിയാൽ എന്ത് ചെയ്യും? ഈ ബൾബിക്കുള്ള കണക്ഷൻ ക്യാൻസലാക്കിയാൽ എന്താ ഉണ്ടാവുക? ലൈറ്റ് കെടും. എല്ലാവർക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ഗോളത്തിൽ ഇവിടെ ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ ഈ തജാദുബ് എന്ന ആ കണക്ഷൻ അള്ളാഹു അങ്ങോട്ട് ഒഴിവാക്കി എന്താ ഉണ്ടാവുക? ഞാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറന്നുയരുന്നു. നിങ്ങൾ ഇന്നെക്കാട്ടി മുന്നത്താണ്. ഇവിടെ കാണുന്ന വെള്ളം അതൊക്കെ പാറിപ്പറന്നു പോവും അല്ലേ? ഇവിടുത്തെ കടലുകൾ ഒക്കെ പാറിപ്പറന്നു പോവും. മരങ്ങളും ജന്തുക്കളും ഒക്കെ എവിടെയെന്ന് അറിയാൻ പറ്റൂല. അപ്പൊ ഗുരുത്വാകർഷണം കൊണ്ടാണ് ഇവിടെ ഈ മരങ്ങളും ഇവിടെ ഈ കടലുകളും ഇവിടെ ജീവികളും ഒക്കെ ഈ ഭൂമുഖത്ത് നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെങ്ങാനും ക്യാൻസലാക്കിയാൽ എന്ത് ചെയ്യും? അത് പ്രവർത്തനരഹിതമാക്കിയാൽ ജീവിതം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ഹലിച്ച് വെറും തിന്നാ പോരാ, വായു പോരാ,
വായും തിന്നാനും കുടിക്കാനും വെള്ളമൊക്കെ ഉണ്ടായാലും തജാദുബില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പറന്നങ്ങോട്ട് പോവും. ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ള എത്ര ഹിക്മത്തുള്ളവനാ! എത്ര ഫിറ്റായ സ്ഥലത്താണ് റബ്ബ് തമ്പുരാൻ ഇത് ഘടിപ്പിച്ചത് അല്ലേ? അതെങ്ങാനും ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ഇങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അതാണ് അള്ളാഹു ഹക്കീം. അന്നമാ അഫ ഹസിബത്തും അന്നമാ ഹലക്കിനാക്കും. അള്ള തുടങ്ങിയത് തന്നെ ഹലക്കിനാക്കും അല്ലേ? പിന്നെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. അതൊരു തമാശയായി സൃഷ്ടിച്ചതാണോ എന്നല്ല എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത്. അപ്പം നോക്കി നിങ്ങൾ, അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ എന്തുണ്ട്? വലിയ ഹിക്മത്തുകളുണ്ട് എന്നതാണ് അത് നമ്മെ പറ്റി. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഏത് കാര്യം എടുത്താലും എന്താ, അപ്പം കുറേ ആളെ രോഗികൾ, കുറേ ആളെ നല്ല ആരോഗ്യവാന്മാർ, കുറേ യോഗ്യത ഉള്ളവന് ചെറിയ ശമ്പളം, കുറേ യോഗ്യത ഇല്ലാത്തവൻ അർബാനും തീട്ട് 1000-10,000 ഉണ്ടാക്കണ്. ആലോചിച്ചു നോക്കി നിങ്ങൾ അല്ലേ? കുറേ ദരിദ്ര നാരായണന്മാർ, കുറേ വീട്ടിലിങ്ങനെ ഉറങ്ങണോല് കണ്ടമാനം സമ്പത്ത് അല്ലാഹു നൽകിക്കണ അല്ലേ? എന്തിനാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത്? എന്തേ ഒരേപോലെ അടാക്കി വിടേനോ? എന്തുകൊണ്ടാ? അള്ളാന്റെ ഹിക്മത്താണത് അല്ലേ? ധനികൻ ദരിദ്രനെ കാണുമ്പോഴാണ് അള്ളാഹ് എനിക്ക് കിട്ടിയ അനുഗ്രഹം എത്ര വലുതാട്ടോ എന്ന് ഓനറിയാം അല്ലേ? എൻ്റെ ആരോഗ്യം എനിക്ക് മനസ്സിലാവണമെങ്കിൽ രോഗിയായൊരു മനുഷ്യൻ പെടങ്ങാറാവുന്ന ആ രീതി ഞാൻ എൻ്റെ കണ്ണോട് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക. അപ്പോൾ അള്ളാഹു രാവ് പകല് ഒരു ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും എന്താ നമുക്ക് സംഗതി എന്ത് വരിക? നമുക്ക് കിട്ടിയത് നമുക്കറിയുള്ളൂ. ഓപ്പോസിറ്റ് ഉണ്ടാവുമ്പോൾ അല്ലേ? ജോലി ഉണ്ടാവുമ്പം ജോലിൻ്റെ അനുഗ്രഹം നമ്മളറിയില്ല. അത് പോയി വെക്കണം അല്ലേ? ഇങ്ങനെ നിങ്ങളെ കുടുംബജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും എടുത്തു നോക്കി. അപ്പം അതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് അല്ലേ? അതുകൊണ്ട് റബ്ബ് ഹക്കീമാണ് എന്നത് എന്താണ്? ഈ ഓപ്പോസിറ്റുകളിലൂടെ ആ റബ്ബിൻ്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ അല്ലേ? ഓരോ സൃഷ്ടിപ്പിനും അല്ലാഹു തആല പിന്നെ ഓരോ വസ്തുവിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകിയ ആ അള്ളാഹു, പിന്നെ ആ സൃഷ്ടിപ്പ് മാത്രമല്ല ആ എങ്ങനെ ഇവിടെ ജീവിക്കണം, എങ്ങനെ സഞ്ചരിക്കണം എന്നതൊക്കെ അതിന് മാർഗദർശനം നൽകിയ അള്ളാഹു. എത്ര ഹിക്മത്തുള്ളവനാണ് അള്ളാഹു അല്ലേ? ഓരോന്നും വളരെ സൂക്ഷ്മ. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബി ഖദർ. ഓരോന്നും അങ്ങനെ തന്നെയല്ലേ? ബി ഖദർ. ഓരോന്നും വളരെ കൃത്യമായ ഒരു സംവിധാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച്. അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതിൻ്റെ കൃത്യത എങ്ങാനും നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇനി ആ കൃത്യതക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കുറേ ബലൂണ് അല്ലേ? ഒരേ രൂപത്തിലുള്ള ബലൂൺ കുറേ ഉണ്ട്. എങ്ങനെ നിങ്ങൾ അതൊരു സ്ഥലത്ത് നിർത്തി വെക്കുക? എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ വെച്ച സ്ഥലത്ത് ആ ബലൂൺ ഇങ്ങനെ നിൽക്കുന്നു? എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? എന്താണ്? ഒരുമിച്ച് കെട്ടിയിടണോണ്ട്. വേറെ എന്തെങ്കിലും ഉത്തരം? ഒരു കെട്ടുമില്ല. ഞാൻ കെട്ടണമെന്നില്ല. ഊതി വീർപ്പിച്ച് അവിടെ വെച്ചു അവിടെ നിൽക്കണേ. എന്തുകൊണ്ട് നിൽക്കണു? എന്താണ്? ആരെങ്കിലും എന്തോ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിയകാളും എന്തെങ്കിലും പറയും. അബദ്ധമായിക്കോട്ടെ. ഈ ബലൂൺ നിങ്ങൾ വായു നിറക്കുണ്ടല്ലോ അല്ലേ? വായു നിറച്ചിട്ടല്ലേ നിങ്ങൾ അവിടെ വെക്കുന്നത്? ആ വായു, ആ ഉള്ളിലുള്ള വായു അതിനെ ഉള്ളിലോ അങ്ങോട്ട് വലിച്ച് അവിടെ നിർത്തുകയാണ്. എന്നാൽ പിന്നെ വേറൊരു സാധനം അതിനെങ്ങോട്ടും വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ മറ്റേ ആൾ അങ്ങോട്ടും വലിക്കുമ്പോൾ എന്ത് ചെയ്യും? അതവിടെ നിൽക്കൂ. മനസ്സിലാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം? ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം. പിന്നെന്താ പറയില്ല? ആരെങ്കിലും ഉണ്ടോ ഫിസിക്സ് പഠിച്ചോല്? എനിക്കൊരു ഓരോ നിയമമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇതിപ്പോൾ ഞാൻ എന്തിനാ ബലൂൺ പറഞ്ഞത്? ഭൂമി കറങ്ങണ്, സൂര്യൻ കറങ്ങണ്, നക്ഷത്രഗോളങ്ങൾ കോടാനുകോടി ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലുതുണ്ട്, ചെറുതുണ്ട് അല്ലേ? പിന്നെ വലിയ ആജാനബാഹു നക്ഷത്രങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് ഭൂമിനെ സൂര്യൻ്റെ ഒരു ഇതിൽ കൊണ്ടുപോയിട്ടാൽ എത്ര അത് കൊള്ളുന്ന ആ സഞ്ചിയിൽ എത്ര ഭൂമി കൊള്ളുന്ന സൂര്യനിൽ? 109 ഇതാന്ന് തോന്നും. എനിക്ക് തെറ്റിനൊന്നും അറിയില്ല കേട്ടോ. അതിൻ്റെ പുറത്തുള്ളതിൽ
ഉള്ളിൽ അതിനേക്കാളും വിശാല. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പം നോക്കി നിങ്ങൾ എന്തിനാപ്പം പറഞ്ഞത്, ചെറുതാണ് ഈ ഭൂമി, സൂര്യനോ അതിനേക്കാൾ എത്രയോ മടങ്ങുകൾ വലുതാണ്. എന്നിട്ട് അത് കറങ്ങണ്, ഇതും കറങ്ങണ്. ആ കറങ്ങുമ്പോൾ തട്ടുന്നില്ല, മുട്ടുന്നില്ല, വളരെ കൃത്യമായിട്ട് ഇന്നേ വരെ അത് കറങ്ങണം അല്ലേ. ഇന്നാ ഖലഖനാ അങ്ങനെയല്ല, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ അല്ലേ. ആലോചിക്ക്, വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഇങ്ങനെ കറക്കി. എന്തുകൊണ്ട് അത് പിന്നെ ഏറ്റുമുട്ടുന്നില്ല? ഇപ്പം സൂര്യൻ വലിയ ആജാനബാഹു ഗ്രഹമല്ലേ. അപ്പൊ ഈ ഭൂമിനെ വലിയൊരാൾ ഇന്നോട്ട് വലിച്ചപ്പം എന്താ ചെയ്യുക? ഞാൻ അങ്ങോട്ട് ബാക്കോട്ട് വരൂലേ, അല്ലെങ്കിൽ മുന്നോട്ട് പോകൂലേ അല്ലേ? എന്നെക്കാട്ടും ശക്തിയില്ലോ, അതല്ലേ നിയമം. അപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ആ ഭൂമിയെ അവിടെ നിർത്താനുള്ള അതിൻ്റെ അകത്തുള്ള ആ തജാതുവും സൂര്യനെ അവിടെ നിർത്താനുള്ള അതിൻ്റെ തജാതുവും, ആ രണ്ടും കൂടി വരുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പോണത്. അതാണ് ഈ ബലൂൺ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ കാരണം. മനസ്സിലായോ? ഇനി നിങ്ങൾ ഒന്നുകൂടി മാത്തമാറ്റിക്സിലെ ഒരു ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. കുറേ മാഗ്നറ്റിക് കട്ട അല്ലേ, കുറേ മാഗ്നറ്റിക് കട്ട നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചാൽ അത് വളരെ അത് ആ പിന്നെ പോയിന്റിൽ നിന്ന് വളരെ കൃത്യമാണ് എങ്കിൽ എതുക്കും, ആ കട്ടകളൊക്കെ അവിടെ തന്നെ നിൽക്കും. ഒരു മൈക്രോ സെന്റിമീറ്റർ കുറവുണ്ടെങ്കിലോ ഒരൊറ്റ അടിയക്കാരം, ഏതുമേല് അടുത്തതിന്മേൽ ഒറ്റ അടിയക്കാരം. ഇനി ആ കട്ടകളുടെ പിന്നെ എന്താ പറയാ, അതിൻ്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടായാലോ വലിയ സ്രാവ് ചെറിയ സ്രാവിനായിട്ട് മുണുങ്ങും അല്ലേ. പക്ഷേ ഇവിടെ വലിയ സ്രാവ്, സൂര്യനെ പോലെ വലിയ സ്രാവുണ്ട്, ചെറിയ സ്രാവുകളുണ്ട്, അതിനേക്കാൾ ആചാനവ്, എന്നിട്ട് ഒന്നൊന്നിനെ വിണുങ്ങുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. നോക്കിങ്ങൾ, പടച്ച തമ്പുരാൻ ഹക്കീം തന്നെയാണ് അല്ലേ. ഇതൊക്കെ പാടെ കണക്കാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്സ് പഠിച്ച ഒരാൾക്ക് ശരിക്കും പിന്നെ കണക്കൂട്ടി ശരിയാക്കാൻ കഴിയോ അല്ലേ? തലവുണ്ണാവൂലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ റബ്ബ് ഹക്കീമാണ്, റബ്ബ് അലീമാണ്, ഹക്കീമാണ്. ഇങ്ങനെയുള്ള ഹക്കീമും അലീമുമായ റബ്ബാണ് നിങ്ങളിലെ കുട്ടികള് ഒരു പ്രത്യേക പ്രായമെത്തുമ്പോൾ നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ എന്ന് അല്ലാഹു തആല നിയമം ഉണ്ടാക്കിയത്. എന്തിനാണ്? റബ്ബ് ഹക്കീമായതുകൊണ്ടാണ്. പടച്ചോനറിയാം എന്താ വരാൻ പോണെന്ന് അല്ലേ. പടച്ചോനറിയാം ഈ കുട്ടികൾ പ്രായപൂർത്തിയായാൽ പിന്നെ കിടപ്പറയിലേക്ക് വന്നാൽ എന്താ സംഭവിക്കണമെന്നത്, അവർക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അപ്പം അള്ളാഹ് അലീമാണ്, അള്ളാഹു ഹക്കീമാണ് അല്ലേ. ലോകത്ത് ഈ ഒരു കാരണത്താൽ പിന്നെ ആത്മഹത്യ ചെയ്ത കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതിന്? കുട്ടികൾ കിടപ്പറയിൽ വന്ന്, വലിയ കുട്ടികൾ കേട്ടോ. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം അത്രയും കാരണം എന്താ? ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് വലിയതാ. നമുക്ക് ഇങ്ങനെ തൂക്കി കണക്കാക്കാൻ പറ്റില്ല. അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതം വരുമ്പോൾ എന്തുണ്ടാവും? അവിടെ ആത്മഹത്യകൾ വരെ നമ്മൾ ദുനിയാവിൽ കേൾക്കാറുണ്ട്. അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമം മനുഷ്യനെ ഭൂമിയിൽ നിന്നുള്ള പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു നിയമം കൂടിയാണ് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിൻ്റെ റസൂൽ പറയാം, സലാസത്തുൻ ഹറമല്ലാഹു തബാറക വ തആല അലൈഹിമുൽ ജന്ന. 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു, തടഞ്ഞു വെച്ചിരിക്കുന്നു. 1 മുദ്മിനുൽ ഖംർ, സ്ഥിരമായി കള്ളു കുടിക്കുന്ന ആള് അല്ലേ, സ്ഥിരം കുടിയൻ, മുഴുകുടിയൻ. 2ാമത്തെ വൽ ആക്ക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്ന. 3ാമത്തത് വദ്ദുയൂസുല്ലദി യുഖിറു ഫി അഖ്ലിഹിൽ ഖുബ്സ, കാമുകൻ, തൻ്റെ വീട്ടിൽ വേണ്ടാവൃത്തി ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി ശ്രമിക്കുന്ന കാമുകന്മാർ. എത്രയാണെന്ന് ആത്മഹത്യകൾ ഈ കാമുകന്മാരും കാമുകികളെ കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പം റബ്ബിൻ്റെ നിയമം ഈ വിവാഹത്തിലൂടെയാണ്, ശർഈയായ നിക്കാഹിലൂടെയാണ് നിങ്ങൾ ആ രംഗത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആ നിയമം ലംഘിക്കപ്പെടുമ്പോൾ എന്തുണ്ടാവും? വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവും. ആലോചിക്കൂ. അപ്പം അള്ളാഹു എന്തിനാപ്പം ഈ ചെറിയ നിയമം പറഞ്ഞത്?
അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ മനസ്സിൻ്റെ ചിത്രം, നിങ്ങളുടെ മനഃശാസ്ത്രം, അതൊക്കെ സൈക്കോളജി ഒക്കെ അറിയണവനാണ് അള്ളാഹു. അപ്പം അള്ളാഹുവിൻ്റെ നിയമം പാലിക്കലാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് 2 ആയത്ത് അവസാനിപ്പിച്ചപ്പോഴും അള്ളാഹു എന്ത് പറഞ്ഞത്? വല്ലാഹു അലീമുൻ ഹക്കീം. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും, എൻ്റെ ഉമ്മയല്ലേ, എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിലല്ലേ നിൽക്കണത്, എൻ്റെ അമ്മനെ നോക്കണേ ഞാനല്ലേ, എൻ്റെ അമ്മക്ക് വേണ്ട എല്ലാ വെള്ളവും സേവനമൊക്കെ ചെയ്യണേ ഞാനല്ലേ. അപ്പം അമ്മൻ്റെ അടുത്തേക്ക് അങ്ങനെ സമ്മതം ചോദിക്കാതെ കടന്നു തരാൻ പറ്റൂലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ നിങ്ങളെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, പറ്റൂല. എന്താ തെളിവ്? അത്താ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അസ്തഇദിനു അലാ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്തേക്ക് കിടക്കാൻ സമ്മതം ചോദിക്കണം റസൂലെ? ഫഖാല നഅം, നബി പറഞ്ഞത് അതെ, സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം അയാൾ വീണ്ടും ചോദിച്ചു, ഇന്നി മാ ഹാഫിൽ ബൈത്ത്, ഞാൻ ആ അമ്മൻ്റെ കൂടെ ആ വീട്ടിലാണ് നബിയെ, പിന്നെയും സമ്മതം ചോദിക്കണോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഇദിൻ അലൈഹ, 4 അമ്മനോട് സമ്മതം ചോദിക്കണം. ഫഖാല റജുൽ, അപ്പം ഈ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, എന്താ? ഇന്നി ഖാദിമുഹ, ഞാൻ എൻ്റെ ഉമ്മക്ക് സേവനം ചെയ്യണ സേവകനാണ്, സർവൻ്റാണ് നബിയെ. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും നബി പറഞ്ഞു, എന്താ? ഇസ്തഇദിൻ അലൈഹ, ഉമ്മൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സമ്മതം ചോദിക്കണം. എന്നിട്ട് നബി പറഞ്ഞ ഒരു സൂത്രമുണ്ട്, അതുഹിബ്ബു അൻ തറാഹ ഉരിയാന, നഗ്നയായി നിന്റെ ഉമ്മയെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അല്ലേ? ഉമ്മ വയസ്സായ ഉമ്മ ചിലപ്പോൾ തുണിയും ഒന്നും നേരാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഭാഗം കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി. എന്തൊരു ചോദ്യമാണെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ, എത്ര ഹിക്മത്തോട് കൂടിയ ചോദ്യമാണത് അല്ലേ? ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ലാ, ഇല്ല നബിയെ. ഖാല ഫസ്തസിൻ അലൈഹ, എങ്കിൽ നീ ഉമ്മൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോഴും എന്ത് ചെയ്യണം? സമ്മതം ചോദിക്കണം എന്നതാണ്. ഇതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, സഹോദരിമാരുടെ അടുത്തേക്ക്, നമ്മളെ ഒരേ ഇതിൽ വളർന്നതല്ലേ, പിന്നെ ഓല റൂമക്കാടി ചാടിക്കയറി കൂടെ, ഇനിയിപ്പോൾ എന്താ സമ്മതം ചോദിക്കണം? ആ സഹോദരിയുടെ അടുത്തേക്ക് പോകുമ്പോഴും സമ്മതം ചോദിക്കണം എന്നത് ഹദീസിൽ വിവരിച്ച് കാണാം. ഇനി നിങ്ങൾ ആ ആയത്തൊന്ന് ഓതി വയ്ക്കാനോ ഒന്നുകൂടി. ഇതാ അടുത്ത ആയത്ത് നമുക്ക് ഇതിനെടുക്കല്ലേ, ചിലപ്പോൾ വൈകി പോവും. വേണോ വേണ്ടേ? അപ്പം എവിടെ ഇനിയിപ്പോൾ എൻ്റെ തലേന്ന് പോയല്ലോ, എന്തേനിപ്പോൾ നമ്മൾ വിശദീകരിച്ചിന്? ഇത് ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിക്ക് പോകുമ്പോഴേ ഇവിടെ എവിടെ അവസാനിച്ചത് നമുക്കറിയില്ല. ഏതായാലും ഏതായാലും ഇന്നത്തെ ടൈം കഴിഞ്ഞാണ്, നമുക്ക് അടുത്ത ആഴ്ച. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയി.